ഇത് കണ്ടോ, ഈ ധൂപക്കുറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, അല്ലേ, നിങ്ങളെപ്പോഴും കാണുന്നതല്ലേ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അറിവിലുള്ളതൊന്നും എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അല്ല, അങ്ങനെയാണെങ്കിലല്ലേ ഞാൻ പറയാൻ പോണതിൽ എന്തെങ്കിലും ഇതുണ്ടോ ഇല്ലേ എന്നുള്ളത് കഴമ്പുണ്ടെങ്കിൽ അല്ലേ. ഇത് കണ്ടോ, ഇത് 3 ചങ്ങല കണ്ടോ, പുറമേയുള്ള 3 ചങ്ങല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അതിനെയാണ് സൂചിപ്പിക്കുന്നത്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഈ നടുക്കത്തെ ചങ്ങല കണ്ടോ, ഈ നടുക്കത്തെ ചങ്ങല യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുന്നു. ഇതിലുള്ള 12 മണികൾ കണ്ടോ, 12 മണികളുണ്ട്. ഈ 12 മണികൾ 12 അപ്പസ്തോലന്മാരുടെ പ്രതീകമാണ്. ഇതിലൊരു മണി പേട്ടയായിരിക്കും. ഇതിന് മാത്രം നിങ്ങൾ ഉത്തരം പറയും. ഇതിനെല്ലായിടത്തും നമുക്ക് ഉത്തരം കിട്ടാറുണ്ട്. അതെന്താണ് അതിൻ്റെ പ്രതീകം? ഇതെങ്ങനെ പഠിച്ചെന്ന് എനിക്കറിയില്ല. അതിന് മാത്രം ഉത്തരം തരുക. ഏത് സ്ഥലത്ത് ഏത് ഇടവക ചെന്നാലും ഏത് കൂട്ടായ്മ ചെന്നാലും അതിന് ഉത്തരം കിട്ടും. യൂദാസ് എന്ന്, അത് യൂദാസിൻ്റെയാണ്. ഒരു മണി പേട്ടയാണ്. ഞാനിത് റെക്കോർഡിങ് ആയിരുന്നു. ഇത് കണ്ടോ, ഇത് കുലുങ്ങില്ല. ഇതിലൊരു മണി പേട്ടയാണ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം, അതൊക്കെ കാണിച്ചു തരും. ഇതിലൊരു മണി പേട്ടയാണെന്നുള്ളത് ഞാനത് കാണിച്ചു തന്നിട്ട് പോവുള്ളൂ ഇവിടെ നിന്ന് കേട്ടോ. ഇത് കണ്ടോ, ഇത് മുകൾ ഭാഗം സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. ഇത് അടിത്തട്ട് ഭൂമിയുടെ പ്രതീകമാണ്. ഇതിലുണ്ടാകുന്ന കരിക്കട്ട അതെല്ലാം പാപാവസ്ഥയിലായിരിക്കുന്ന ലോകം മുഴുവനിലുമുള്ള മനുഷ്യവംശത്തെ തന്നെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അതിലൂടെ അല്ലെ കുന്തിരിക്കപ്പെടുന്ന നന്മ പ്രവൃത്തികളുടെ കൂടി സൂചന ഇതിലെഴുതിയിരിക്കുന്നതാണ് കേട്ടോ ഞാനീ പറയണേ. ഇതിലും ഈ പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്നതാണോ ജീവനുള്ള ബലി. ഇത് സീറോ മലങ്കരയുടെ വിശ്വാസികൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇതിലൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കരിക്കട്ട അത് നന്മ പ്രവർത്തികളാണ്. അതിൽ കുന്തിരിക്കമിടുന്നതിൻ്റെ ആ ഒരു പ്രവൃത്തി. അതിലൂടെ ഈ കരിക്കട്ടയായി അല്ലേ കരിക്കട്ടയുടെ പ്രതീകമായിരിക്കുന്ന പാപാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യവംശം മുഴുവനും എന്തായി മാറും? ദൈവീകരിക്കപ്പെടും. മനസ്സിലായി? അല്ലേ, പിന്നെന്തുണ്ടാവും? ഇതിട്ട് കഴിയുമ്പോൾ അല്ലേ അഗ്നി. എനിക്കൊരു സൂചന കിട്ടിയോ എന്തൊക്കെയാണെന്ന്? എൻ്റെ കൈ കിടച്ചു. കൈ കിടക്കാൻ വേറൊരു കാരണമുണ്ട്. അത് ഞാൻ എൻ്റെ ടെസ്റ്റ് മണി പറയാം. അപ്പോൾ അത് മനസ്സിലായോ? അത്രയും നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയണോ? അത് ഞാൻ മണി പേട്ട ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. നമ്മളിപ്പോൾ റെക്കോർഡിങ് ആയതുകൊണ്ടിട്ട് ഞാനിപ്പോൾ സമയം കളയേണ്ടത്. അതെല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ളൊരു കാര്യം. എന്താണ്? വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ഈ പുകച്ചുരുളുകൾ നമ്മുടെ പ്രാർത്ഥനകളല്ലേ, നമ്മുടെ പ്രാർത്ഥനകളായിട്ട് ഈ പുകച്ചുരുളുകൾ എന്ത് ചെയ്യപ്പെടുന്നു? സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അത് നിങ്ങൾ മിക്കപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി? പക്ഷേ ഈ വിധ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ എല്ലായ്പ്പോഴും പറഞ്ഞ് കിട്ടാറില്ല. മനസ്സിലാവും? ഒരു വെള്ളപ്പെട്ടി ഉണ്ടായാലും ഇത്ര ഉള്ളേ, അതെന്തേ? അത്